السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله الفائزين برضا الله. أما بعد. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ അല്ലാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ നോമ്പുകൾ, നമ്മുടെ സൽക്കർമ്മങ്ങൾ എല്ലാം അല്ലാഹു കബൂലാക്കിയിട്ട് അവന്റെ സ്വാലിഹീങ്ങളായ അടിയാറുകളിൽ സാധുക്കളായി നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമുക്കറിയാം, മഹാനായ മർഹൂം മസ്ഊദ് സഖാഫി ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദറജ അല്ലാഹു ഉയർത്തട്ടെ, അവിടുത്തെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കി തരട്ടെ, അവിടുത്തെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. വളരെ കുറഞ്ഞ കാലം ജീവിച്ച മഹാൻ. ഓരോ മനുഷ്യന്റെയും, മുഅ്മിനായ ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ ഇന്നും ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ജീവിച്ചിരിക്കുന്നുണ്ട്. കൂടുതലായി ഒന്നും ഞാൻ പറയുന്നില്ല. ആരാണ് മസ്ഊദ് സഖാഫി ഉസ്താദ്, അവിടുത്തെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന് നേരിൽ പോലും കാണാത്ത എത്രയോ ആളുകളാണ് ഉസ്താദിനെ സ്നേഹിച്ച് ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യുന്നത്. എല്ലാം അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. സാധുവായി ഞാൻ ബഹുമാനപ്പെട്ട ഉസ്താദിനെ പല സമയത്തും കാണാറുണ്ട്, പല യാത്രകളിലും കണ്ടുമുട്ടാറുണ്ട്. വളരെ വിനയമുള്ള, വളരെ സ്നേഹമുള്ള, എപ്പോഴും മുഖത്ത് പുഞ്ചിരി തൂക്കിക്കൊണ്ടാണ് അവിടുത്തെ സംസാരം മുഴുവനും. നമുക്കറിയാം, വഅദ് പറയുന്ന സമയം, അതല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന സമയം, ചിലപ്പോ വിഷയം ഖബറിനെ കുറിച്ചായിരിക്കും, കത്തിജ്വലിക്കുന്ന നരകത്തെ കുറിച്ചായിരിക്കും. അവിടുത്തെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നുണ്ടാകും വഅദ് പറഞ്ഞിട്ട്. നമുക്ക് തന്നെ കേൾക്കുമ്പോ വല്ലാത്ത സന്തോഷവും ആനന്ദവും, അതിലേറെ നമ്മുടെ ഖൽബിൽ വല്ലാതെ ഇഖ്ലാസും ഈമാനും തഖ്വയും ഖൽബിൽ ഊട്ടിയുറപ്പിക്കുന്ന വിധത്തിലുള്ള സംസാരം. ഏത് വിഷയം സംസാരിക്കുകയാണെങ്കിലും അവിടുത്തെ ആ പൂമുഖത്ത് നല്ല ഒരു പുഞ്ചിരി നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഈയിടെ ഉസ്താദിന്റെ ജ്യേഷ്ഠൻ അഹ്സനി ഉസ്താദ് സംസാരിക്കുന്നതും നാം കേട്ടു സോഷ്യൽ മീഡിയയിലൂടെ. ആ ജ്യേഷ്ഠ സഹോദരനും സംസാരിക്കുമ്പോ ഞാൻ മനസ്സിലാക്കി, അദ്ദേഹത്തിന്റെ മുഖത്തും പുഞ്ചിരി ഉണ്ടായിരുന്നു വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ. എന്നിരുന്നാലും വല്ലാത്ത ഒരു പ്രയാസമാണ് നമുക്കൊക്കെ ഉണ്ടായത്. ആ ഒരു മരണവാർത്ത കേട്ട് ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പ്രായമായി സുഖമില്ലാതെ കിടന്നിരുന്ന ഒരാളല്ല, മറ്റെന്തെങ്കിലും അസുഖമായി കഴിഞ്ഞ ഒരാളല്ല. തലേ ദിവസം പ്രഭാഷണം കഴിഞ്ഞ്
വീട്ടിലെത്തി. പിറ്റേ ദിവസം മറ്റൊരു സ്ഥലത്ത് കാസർഗോഡ് ജില്ലയിലൊക്കെ പ്രഭാഷണം ഉസ്താദ് ഏറ്റിട്ടുണ്ട്. ഞാൻ കൂടുതലായി പറയുന്നില്ല, പറഞ്ഞ നമുക്കൊക്കെ അത് ടെൻഷനാകും, വല്ലാത്തൊരു പ്രയാസം മനസ്സിലുണ്ടാകും. മുഅ്മിനീങ്ങളെ, ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്നറിയോ? എനിക്ക് ഉസ്താദുമായി, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പല സമയത്തും കാണാറുണ്ട്. ആ സമയത്തൊക്കെ വളരെ സ്നേഹത്തോടെ നമ്മളോട് സംസാരിക്കുകയും, ഞാൻ ഉസ്താദിനെ കാണുമ്പോ ഓടിച്ചെന്ന് ഉസ്താദിന്റെ കൈ പിടിച്ച് ചുംബിക്കാൻ ശ്രമിക്കും. പക്ഷെ ഉസ്താദ് ചിലപ്പോ കൈ വലിക്കാറുണ്ട്. എന്നിട്ട് പറയും, ഞാൻ അതിന് പറ്റിയ ആളൊന്നുമല്ല, ഞാൻ അതിന് പറ്റിയ ഒരാളൊന്നുമല്ല, നിങ്ങൾ ദ്വാര കിട്ടുമെന്ന് പറയും. അപ്പൊ ആ കൈ മാറ്റുമ്പോ നമുക്കൊരു വിഷമാണല്ലോ, ഒന്ന് ചുംബിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം നമുക്കുണ്ടാകും. അത് മനസ്സിലാക്കിയിട്ട് ഉസ്താദ് എന്ത് ചെയ്യും, നമ്മളങ്ങ് നേരെ ഉസ്താദിന്റെ നെഞ്ചിലേക്ക് ചേർത്ത് കെട്ടിപ്പിടിക്കുമായിരുന്നു. ദ്വാരക്കണട്ടോ ദ്വാരക്കണട്ടോ എന്ന് പറയും. എന്നോട് പറയും, പിന്നെ നിങ്ങളെ മജ്‌ലിസ് വല്ലാത്തൊരു സന്തോഷാണ് കേട്ടോ. കാരണം എന്താ, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, അതല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മജ്‌ലിസ് ഇഷ്ടപ്പെടുന്നത്, അത് വല്ലാത്തൊരു സന്തോഷാണ്. ദിവസവും 1000 സ്വലാത്ത് നിങ്ങൾ ചൊല്ലുകയും, മറ്റുള്ള ആളുകൾ, നിങ്ങളുടെ പ്രേക്ഷകർ, മെമ്പർമാർ, ആ മജ്‌ലിസിൽ കൂടുന്ന ആളുകൾ, അവരെല്ലാവരും 1000 സ്വലാത്തു ചൊല്ലില്ലേ, സ്വലാത്തു ചൊല്ലുകയും സ്വലാത്തു ചൊല്ലിപ്പിക്കുകയും അതിനാളുകളെ ഒരുമിച്ച് കൂട്ടാന്ന് പറഞ്ഞ അത് വലിയ തൗഫീഖുള്ള വിഷയമാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ദ്വാരക്കണം എന്നൊക്കെ എപ്പോഴും പറയുമായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ്. നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ ഉസ്താദ് നിങ്ങൾ ദ്വാരക്കണം കേട്ടോ എന്ന് പറയാം. അത്ര വലിയ സ്നേഹമായിരുന്നു. ചില സമയത്തൊക്കെ കണ്ടാൽ വണ്ടിയിലിരുന്നിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരിക്കൽ കണ്ടപ്പോ പറഞ്ഞു, നിങ്ങൾ സ്വലാത്ത് ചൊല്ലുന്ന ആളല്ലേ, നിങ്ങളൊരു മദ്ഹ് എനിക്ക് പാടിത്തരുമോ എന്ന് ചോദിച്ചു. ഞാനങ്ങനെ പാട്ട് പാടുന്ന ആളൊന്നുമല്ല, അങ്ങനെ പാടാൻ അറിയൂല. എന്നാലും ഉസ്താദ് പറഞ്ഞപ്പോ വണ്ടിയിലിരുന്നിട്ട് ഞാൻ ഇങ്ങനെ മദ്ഹ് ഇങ്ങനെ പാടി, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹുകൾ ഇങ്ങനെ കുറച്ചിച്ച് പല, അതിങ്ങനെ കുറച്ച് വരി പാടും, പിന്നെ വേറെ പാട്ട്, അങ്ങനെ ഇഷ്ടപ്പെട്ടൊന്ന് 2 മദ്ഹുകളൊക്കെ പാടി ഉസ്താദ് ഇങ്ങനെ തല താഴ്ത്തിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചിന്തിച്ച്, പടച്ചോൻ എന്നോട് പാട്ട് പാടാൻ വേണ്ടി പറഞ്ഞിട്ട് ഉസ്താദ് ഉറങ്ങുകയാണോ, അല്ലെങ്കിൽ ഉസ്താദ് വേറെ ഏതോ ലോകത്താണോ എന്നൊക്കെ ചിന്തിക്കുമ്പോ, കഴിഞ്ഞാൽ ഉസ്താദ് ഞാനിങ്ങനെ ഉസ്താദ് ഏത് വിളിക്കും. ആ സമയത്ത് ഉസ്താദിന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞിട്ടുണ്ടാകും, വല്ലാതെ ഉസ്താദിന്റെ മുഖമൊക്കെ ചുവന്നിട്ട് കരയുന്നുണ്ടാകും. ഉസ്താദ് പറയും, മദ്ഹ് പാടാൻ പറ്റുക, മദ്ഹ് പാടുക എന്നുള്ളതൊക്കെ വലിയ സന്തോഷാണ് കേട്ടോ. അല്ലാഹു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരുത്തൊക്കെ നമുക്ക് നൽകട്ടെ. അവിടുത്തോടു കൂടെ സുഖലോക സ്വർഗത്തിൽ അല്ലാഹു നമ്മളൊക്കെ ഒരുമിച്ച് കൂട്ടി തരട്ടെ എന്നൊക്കെ ഉസ്താദ് കുറേ ദുആയിരുന്നു തരും. അങ്ങനെ മുത്തുനബിനെ വല്ലാതെ സ്നേഹിച്ച മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ. അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തട്ടെ, അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തട്ടെ. പടച്ചവനെ അവിടുത്തെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. ആമീൻ. മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് കൂടുതൽ നീട്ടിപ്പരത്തി പറയുന്നില്ല, നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല, വിഷയത്തിലേക്ക് വരാം. അങ്ങനെ ഉസ്താദുമായി നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ എത്ര ഉമ്മമാരാണ്, എത്ര ഉപ്പമാരാണ്, എത്ര സഹോദര സഹോദരിമാരാണ് ഉസ്താദ് അവറുകളെ വഅള് കേട്ട് മാഷാ അല്ലാഹ് ഉർദുൽ ലത്തീഫ് ചൊല്ലാൻ തുടങ്ങി, ഹദ്ദാദ് ചൊല്ലാൻ തുടങ്ങി, നിസ്കാരം നിലനിർത്താൻ തുടങ്ങി. ഇങ്ങനെ എല്ലാ നിലക്കും ഒരുപാട് ആളുകൾ, ആ ആളുകളുടെയൊക്കെ ഖൽബിൽ ഈമാനിന്റെ വെളിച്ചം പകർന്നു കൊടുക്കാൻ ഉസ്താദിനെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമുള്ള വിഷയമാണ്. മുഅ്മിനീങ്ങളെ, മഹാനായ ഉസ്താദ് വഫാത്തായത് ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നത് വളരെയധികം യാഥാർത്ഥ്യമുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഉസ്താദ് അന്ന് മരണപ്പെട്ട ദിവസം സാധുവായി ഞാൻ അന്ന് നമ്മുടെ മജ്‌ലിസിലൂടെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് 3 ലക്ഷത്തിലേറെ ദിക്റുകൾ ഉസ്താദ് വഫാത്തായ അന്ന്
ഖബറിലെ ആദ്യ രാത്രി, ആ ദിവസം നമ്മുടെ മജ്ലിസിലുള്ള നല്ലവരായ ആളുകൾ എല്ലാവരും കൂടെ അൽഹംദുലില്ലാഹ് 3 ലക്ഷത്തിലേറെ ദിക്റുകൾ ചൊല്ലി ഉസ്താദിന്റെ പേരിൽ ഹദിയ ചെയ്തു ദുആ ചെയ്യുകയുണ്ടായി. എന്നിട്ട് ആ മുഅ്മിനീങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞു, ഉസ്താദിന്റെ 7 ആകുമ്പോഴേക്കും ഇൻഷാ അള്ളാഹ് നമുക്ക് ലക്ഷക്കണക്കിന്, ഏറ്റവും ചുരുങ്ങിയത് ഈ ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ ഇത്ര ലക്ഷം ദിക്റ് ചൊല്ലിയില്ലേ, ഉസ്താദിന് സമർപ്പിച്ചില്ലേ, അതുകൊണ്ട് 20 ലക്ഷം ദിക്റ് നമുക്ക് 7-ന്റെ അന്ന് തീർക്കണമെന്ന് അന്ന് മജ്ലിസിൽ കൂടിയ മുഴുവൻ ആളുകളോടും ഉസ്താദിനെ സ്നേഹിക്കുന്ന മുഹബ്ബീങ്ങളായ ധാരാളം ആളുകളോടൊക്കെ ഓർമ്മപ്പെടുത്തി. അതനുസരിച്ച് ഒരുപാട് ആളുകൾ ദിക്റുകൾ ഏറ്റെടുത്തു. നമ്മുടെ മജ്ലിസിലുള്ള കുടുംബങ്ങൾ അവരറിയുന്ന ഓരോരുത്തർക്കും അത് ഷെയർ ചെയ്തും, അതുപോലെ ഒരുപാട് കുടുംബങ്ങളോട്, സുഹൃത്തുക്കളോട്, നാട്ടുകാരോടൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ അതങ്ങ് ഏറ്റെടുത്തു എന്നുള്ളതാണ്. അങ്ങനെ ആ ദിവസം ശനിയാഴ്ചയായിരുന്നു ഉസ്താദിന്റെ 7. വെള്ളിയാഴ്ച ആയപ്പോഴേക്കും അൽഹംദുലില്ലാഹ് ഏകദേശം 27 ലക്ഷത്തിലധികം ദിക്റുകളാണ് മഹാനായ ഉസ്താദിന്റെ പേരിൽ നാം എല്ലാവർക്കും, ഉസ്താദിനെ സ്നേഹിക്കുന്നവർ എല്ലാവരും കൂടെ ചൊല്ലിയത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എല്ലാവരോടും പറഞ്ഞു, മാഷാ അല്ലാഹ് എത്ര പെട്ടെന്ന് 27 ലക്ഷം ദിക്റ് നാം എല്ലാവരും ചൊല്ലിയില്ലേ, അത് വലിയൊരു കാര്യമാണ്. എന്നിട്ട് അന്ന് ചെറിയൊരു ദുആ ഇരുന്നിട്ട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഇത് പരിശുദ്ധമായ റമദാനാണല്ലോ, എല്ലാ വർഷവും റമദാനിൽ നമുക്ക് ധാരാളം നസീഹത്ത് പറഞ്ഞു തന്നിരുന്ന മഹാനായ ഉസ്താദ്, ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് എടുത്തിരുന്ന ഉസ്താദ് ഈ റമദാനിൽ ഖബറിലാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ദിക്റ് സമർപ്പിക്കാൻ വരട്ടെ. ഇൻഷാ അല്ലാഹ് ഇനിയും സമയമുണ്ടല്ലോ. ഉസ്താദിന്റെ 40 ആകുമ്പോഴേക്കും റമദാൻ കഴിയും. എന്നാൽ റമദാനിലെ അവസാനത്തെ 10 ഇൻഷാ അല്ലാഹ് നമുക്ക് ദിക്റുകളൊക്കെ സമർപ്പിക്കാം. ഇനിയും ദിവസങ്ങളുണ്ട്. ഒരുപാട് ഉമ്മമാർ, ഉപ്പമാർ, സഹോദരിമാരൊക്കെ എന്ത് ചെയ്യും, ധാരാളം ദിക്റ് ചൊല്ലും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 1 കോടി തഹ്ലീൽ ഇൻഷാ അല്ലാഹ് റമദാൻ അവസാനത്തെ 10 ഉസ്താദിന് വേണ്ടി നമുക്ക് സമർപ്പിക്കാൻ കഴിയും. ഈ കുറഞ്ഞ മണിക്കൂർ കൊണ്ട് 3 ലക്ഷം ദിക്റ് ചൊല്ലിയ നമ്മൾ ഇപ്പോ ഉസ്താദിന്റെ 7 ആകുമ്പോഴേക്കും 27 ലക്ഷം ദിക്റ് ചൊല്ലാൻ കഴിഞ്ഞ നമ്മൾ ഇനിയും ആളുകളോട്, എല്ലാവരോടും പറഞ്ഞ്, കുടുംബങ്ങളോട്, അയൽവാസികളോട്, സുഹൃത്തുക്കളോട്, കുട്ടികളോട് എല്ലാവരോടും പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് 1 കോടി തഹ്ലീൽ നമുക്ക് സമർപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ ഇൻഷാ അല്ലാഹ് ഉസ്താദെ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, അതിന്റെ കണക്ക് 2 ദിവസം മുമ്പ് നോക്കിയപ്പോൾ അത് 30 ലക്ഷം കടന്നു. അൽഹംദുലില്ലാഹ് ഇങ്ങനെ ഒരുപാട് ആളുകൾ ചൊല്ലുന്നുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ബറക്കത്ത് കൊടുക്കട്ടെ. അല്ലാഹു അവർക്കൊക്കെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഈ ക്ലിപ്പ് കാണുന്ന എല്ലാവരോടും, ഉസ്താദിനെ സ്നേഹിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളാൽ കഴിയുന്ന അത്രയും ദിക്റ് നിങ്ങൾ ചൊല്ലുക. നല്ല നല്ല ദിവസങ്ങളല്ലേ, നല്ല മാസത്തിലല്ലേ, നല്ല സമയത്തിലല്ലേ നമ്മളൊക്കെ ഇപ്പോൾ നിലകൊള്ളുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും, ഈ വോയിസ്, ഈ ക്ലിപ്പ് കാണുന്ന നിങ്ങളെല്ലാവരും കഴിയുന്ന അത്ര തഹ്ലീൽ ഏറ്റെടുക്കണം. കുടുംബങ്ങളോട് പറയണം, വീട്ടുകാരോട് പറയണം, നിങ്ങളെ സുഹൃത്തുക്കളോട്, അയൽവാസികളോടൊക്കെ പറഞ്ഞ് മഹാനായ ഉസ്താദിന്റെ പേരിൽ കഴിയുന്ന അത്ര തഹ്ലീൽ ഏറ്റെടുക്കുക. ഇപ്പോൾ തന്നെ 30 ലക്ഷത്തിലേറെ കഴിഞ്ഞു. ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ ദിക്ർ ഏറ്റെടുത്ത് എങ്ങനെ അറിയിക്കും? നമ്പർ തന്നാൽ ചിലപ്പോൾ ഒരുപാട് ആളുകൾ മെസ്സേജ് നമുക്കത് കാണാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഈ ഒരു വീഡിയോന്റെ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, ഉസ്താദ് ഞാൻ ഇത്ര ദിക്ർ ഏറ്റെടുക്കാം, ഞാൻ ഇത്ര ദിക്ർ ചൊല്ലാം എന്നുള്ളത് നിങ്ങൾ കൃത്യമായ ഒരു കണക്ക് മറ്റുള്ളവരോടൊക്കെ പറഞ്ഞ്, എല്ലാവരോടും പറഞ്ഞ് ഒരു ദിക്റിന്റെ കണക്കുകൾ, ഉസ്താദ് ഞാനും കുടുംബവും ഇത്ര ചൊല്ലാട്ടോ എന്നുള്ള കണക്കൊക്കെ നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. നമുക്ക് ചൊല്ലാൻ കഴിയുന്ന അത്രയും നമ്മൾ എന്ത് ചെയ്യുക, അതിൽ എഴുതുക എല്ലാവരും കേട്ടോ. എന്നിട്ട് ഇൻഷാ നമ്മൾ ആ സമയമാകുമ്പോൾ
ഇൻഷാ അല്ലാഹ് റമദാൻ 25 രാവിലോ അല്ലെങ്കിൽ 23 രാവിലൊക്കെയായി ഇൻഷാ നമുക്ക് ദുആ ചെയ്യുകയും മഹാന്മാരായ ഉസ്താദുമാർക്ക് ഈ ദിക്റിന്റെ കണക്ക് ഏൽപ്പിച്ച് അവരെ കൊണ്ടൊക്കെ നമുക്ക് ദ്വാരിപ്പിക്കാൻ കഴിയും. അത് ഉസ്താദിന് വലിയ സന്തോഷമാവും. അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഉസ്താദിന്റെ കുടുംബങ്ങളുണ്ട്, അള്ളാഹു അവർക്ക് നീ ക്ഷമ കൊടുക്കണേ അല്ലാ, വലിയ അങ്ങേയറ്റത്ത് ക്ഷമ കൊടുക്കണേ അല്ലാ. ഉസ്താദിന്റെ മക്കളൊക്കെ ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് ഏറ്റെടുത്തു എന്നറിഞ്ഞല്ലോ നമ്മളൊക്കെ. അള്ളാഹു മഹാനായ ശൈഖുനാ ഉസ്താദിന് ആഫിയത്ത് കൊടുക്കട്ടെ. അതൊക്കെ വലിയൊരു സന്തോഷമാണ്. ശൈഖുനായുടെ അള്ളാഹുവേ ദീർഘകാലം അവിടുത്തെ തണല് ഞങ്ങൾക്ക് ഏറ്റിത്തരണേ അല്ലാ. ആമീൻ. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദിക്ർ ഏറ്റെടുക്കണം കേട്ടോ. ആ കുടുംബങ്ങൾക്കൊക്കെ അത് കാണുമ്പോൾ വലിയ സന്തോഷമായി പോകുമല്ലോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മാറി നിൽക്കാതെ അത് നിങ്ങൾ ആരും മാറി നിൽക്കൂലെന്നറിയാം. എന്നാലും റമദാൻ നമുക്ക് ഒരുപാട് ചൊല്ലാനൊക്കെ ഉണ്ടാവുമല്ലോ. എന്നാലും നമ്മുടെ ഉസ്താദിന് വേണ്ടി കഴിയുന്നത്, ആരെയും പ്രയാസപ്പെടുത്തില്ല, കഴിയുന്ന ദിക്ർ നിങ്ങളെല്ലാവരും ഏറ്റെടുത്ത് ഇതിന്റെ കമന്റ് ബോക്സിൽ അറിയിക്കണം. ഇത്ര റമദാൻ 23 രാവാകുമ്പോൾ ഇത്ര ഞങ്ങൾ ചൊല്ലാം ഉസ്താദെ എന്ന് നിങ്ങളെല്ലാവരും കമന്റ് ബോക്സിൽ, ഇതുവരെ ചൊല്ലിയ ആളുകളൊക്കെ അത് രേഖപ്പെടുത്തണം കമന്റ് ബോക്സിൽ. അങ്ങനെ അത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമായി എല്ലാവരും അത് ഏറ്റെടുക്കുമെന്നുള്ള ഒരു വിശ്വാസവും ഒരു പ്രതീക്ഷയുമുണ്ട്. നിങ്ങളൊക്കെ ഏറ്റെടുക്കുമല്ലോ. അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. അള്ളാഹു പടുന്നനെയുള്ള മരണത്തെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട്, ദുർമരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളൊക്കെ കാത്തു സലാമത്താക്കട്ടെ. അള്ളാഹുവേ മഹാനായ ഉസ്താദ് ഖബറിലാണ്, സന്തോഷം ഖബറിൽ നൽകണേ അല്ലാ. ഓരോ ആളുകൾ ഉസ്താദിനെ സ്നേഹിക്കുന്ന എത്രയോ ജനങ്ങൾ ഖത്മുൽ ഖുർആൻ ഓതുന്നു, ദിക്ർ ചൊല്ലുന്നു. അള്ളാഹുവേ ഖുർആൻ ഓതി ഹദിയ ചെയ്യുന്നു. എല്ലാം ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഒരിക്കൽ കൂടെ എല്ലാവരും ദിക്ർ ഏറ്റെടുക്കുക ദുആ വസിയത്തോടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇൻഷാ അല്ലാഹ്.